ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ഒന്നാമത്തെ രാത്രി ആവാൻ സാധ്യതയുണ്ട്. ലൈവിലേക്ക് പുതുതായി കടന്നു വരുന്ന ആളുകൾ ഇപ്പോൾ കമൻ്റൊന്നും ചെയ്യേണ്ട, ഇൻഷാ അല്ലാഹ് അത് ശ്രദ്ധിക്കുക എല്ലാവരും. റബീഉൽ അവ്വൽ മാസത്തിൽ മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ കാണിച്ചു തന്ന നല്ല മാതൃകയുണ്ട്. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നമുക്ക് കഴിയുന്ന അത്ര ഒരു മൗലിദിൻ്റെ സദസ്സ് സംഘടിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിലൂടെ ഒരുപാട് നേട്ടം നമ്മുടെ വീടുകളിൽ ഉണ്ടാകും, ഒരുപാട് വെളിച്ചം നമുക്ക് ലഭ്യമാകും. താഴെ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയയെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. മുജാഹിദീങ്ങളായിട്ടുള്ള ചില ആളുകളൊക്കെ താഴെ കുഞ്ഞു മുഹമ്മദ് മൗലവിയുടെ അൽ മവാഹിബുൽ ജലിയയിൽ മൗലിദും ബിദ്അത്താണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് പാടും. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന് തുടങ്ങിയിട്ട് പറയുന്നുണ്ട്. ആദ്യമായി അത് തുടങ്ങി വെച്ചത് മുളഫർ രാജാവാണ്. അദ്ദേഹത്തിന്റെ മൗലിദിന്റെ സദസ്സ് വല്ലാതെ ഗാംഭീര്യമുള്ളതായിരുന്നു. ഒരുപാട് ആടുകളെ അറുത്തുകൊണ്ടും മാംസങ്ങളൊക്കെ അള്ളാഹ് വിതരണം ചെയ്യുന്ന ആൾക്കൂട്ടമുള്ള മജ്ലിസായിരുന്നു. ഉസ്താദുമാരൊക്കെ ഉണ്ടായിരുന്ന മജ്ലിസാണ്. അത് ഹിജ്റ 300 ശേഷമാണ് തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ മൗലിദിനെ എതിർക്കുന്നവർ ഈ പാട്ട് പാടാറുണ്ട്. താഴെ ഉസ്താദിന്റെ മറ്റു കുറേ മസലകളുണ്ട്, അതൊന്നും ഒരു പാടൂല. ഈ പാട്ട് പോലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടും, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ വരുമ്പോൾ. എന്നാൽ അതേ അൽ മവാഹിബുൽ ജലിയയിൽ അതേ അധ്യായത്തിൽ കുറച്ച് വരികൾക്ക് ശേഷം മഹാനായ താഴെ ഉസ്താദ് അതിനെ ഒന്നുകൂടി വിശദീകരിച്ച് പാടുന്നുണ്ട്. അത് അവിടെ എത്തുമ്പോഴും നിർത്തും. അതിനപ്പുറത്തേക്ക് പാടിയാൽ പിന്നെ അവരെ കള്ളത്തരം പൊളിയും. അതിനപ്പുറത്തേക്ക് നമ്മൾ പാടുകയാണ്, എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തോളൂ. ഉസ്താദ് പാടാണ് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാന്നൊക്കെ പാടിയിട്ട് പിന്നെ ഇങ്ങനെ എത്തിയിട്ട് മൗലിദിന്റെ മദ്ഹ് പാടുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ പിന്നെ ആരും ഉണ്ടൂല. അതിങ്ങനെയാണ്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് വീട്ടിലോതുമ്പോ അതിനാൽ മുസീബത്തൊക്കെ നീങ്ങിപ്പോകുന്നതാണ്. രണ്ടാമത്തത് കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്റെ ശല്യം പോകും നബിക്കുള്ള മൗലിദ് വീട്ടിലോതുമ്പോ, ദാരിദ്ര്യം നീങ്ങിപ്പോകും. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ. ഹർക്കും വബ, ഹർക്ക് എന്ന് പറഞ്ഞാൽ തീപിടുത്തം, ഹർക്ക് തീപിടുത്തം, അതിനാൽ രക്ഷപ്പെടും. അതുപോലെ തന്നെ വബ പകർച്ചവ്യാധി രോഗങ്ങള്. ഉസ്താദിന്റെ മവാഹിബുൽ ജലിയ അവിടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പാടി നോക്കിയാൽ അറിയാം. കിട്ടാത്ത വാക്കുകളുടെ അർത്ഥം അതിന്റെ പുറത്ത് ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ല ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. അടുത്ത് ഹർക്കും വബാ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറെ ഹസദും നീങ്ങുവാനൊതുങ്ങുന്നതാ. നബിയുടെ മൗലിദ് വീട്ടിൽ നടത്തിയാൽ അതിലൂടെ കണ്ണേറ് പോകും, ഹസദ് പോകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കണ്ണേറും ഹസദൊക്കെ നീങ്ങാൻ അത് കാരണമാകും. ഇതുപോലെ തന്നെ സുയൂത്തി തന്നെ വസായിലിൽ പറയുന്നതാനീ നോക്ക് ശറഹു ശമായിലിൽ, ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ്. അതിൽ നമ്മൾ നോക്കിയിട്ട് ഇതൊക്കെ നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ കഴിയും. നബിക്കുള്ള ചര്യകൾ കേട്ടു റബ്ബേ ഉടനടി അതിനോട് തുടരാൻ അവസരം താം പടിപടി. നബിയുടെ ചര്യകളൊക്കെ കേട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, ആ ജീവിതത്തിന്റെ സുന്ദരമായ മാതൃകാപരമായ ജീവിതം ഈ റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വഴലിലൂടെയും എഴുത്തിലൂടെയും മൗലിദിലൂടെയും ഒക്കെ ഇങ്ങനെ നമ്മൾ പറയുകയും പാടുകയും ചെയ്യുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കിയിട്ട് പടിപടിയായി അതിനോട് തുടരാൻ അവസരം താ പടിപടി. അപ്പൊ താഴെ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്ന വരി പാടിക്കൊണ്ട് കട്ട് ചെയ്യുന്ന എല്ലാ മുജാഹിദ് സുഹൃത്തുക്കളും അൽ മവാഹിബുൽ ജലിയയുടെ ബാക്കിയുള്ള കുറച്ച് പേജ് വായിച്ചു നോക്കിയാൽ മൗലിദിന്റെ ഷറഫ്, അത് ചൊല്ലിയാൽ, വീട്ടിൽ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. അള്ളാഹു ഖൈർ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരിലേക്കൊക്കെ നമ്മൾ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ദുആയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. മരണപ്പെട്ടു പോയ നമ്മളെ പ്രിയപ്പെട്ട കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്ത് നമ്മൾ ഇൻഷാ അള്ളാഹ് സൂറത്ത് ഇഖ്ലാസും അവതരിത്തേനി ഓതി പെട്ടെന്നൊരു ദുആ നടത്തും. എല്ലാവരിലേക്കും എത്തിച്ചു കൊടുത്തോളൂ. നമ്മുടെ മജ്ലിസിൽ പുതുതായിട്ട് വന്ന ആളുകളൊക്കെ ഒന്ന് ഇതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മളെ മജ്ലിസ് അവസാനിച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞവർക്കൊക്കെ വേണ്ടി അൽഹംദുലില്ലാഹ് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്.